ഹലോ അസ്സലാമു അലൈക്കും. ഈ ചെറുപ്പത്തിൽ ഈ കിച്ചൺ ഉണ്ടാക്കുമ്പോൾ എൻ്റെ റബ്ബേ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നും പറഞ്ഞ് കരഞ്ഞ കാലങ്ങളുണ്ട് കേട്ടോ. കാരണം എനിക്കിത് ഇഷ്ടമല്ലേനു. പക്ഷേ ഇപ്പം എനിക്കിതിനോടും പ്രിയമായി. അതാണ് പറയുന്നത്, ഒരു വീട്ടമ്മയായാൽ പലതിനോടും പല മാറ്റങ്ങൾ വരുന്ന എനിക്ക് എൻ്റെയിലൂടെ മനസ്സിലായിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കൂടുതലാണ് പരിപ്പിടൽ. കാരണം ഇവിടെ അരി വളരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ കുറച്ച് കോല നെയ്ച്ചോറ്റിൻ്റെ കോല അരിയും കിച്ചടി പരിപ്പുണ്ട്, ചെറിയ പരിപ്പുണ്ടല്ലോ, അതുമിട്ട് നന്നായിട്ടൊന്ന് കഴുകി. കുറച്ച് കൂടുതലാണ് പരിപ്പിട്ടത്, പക്ഷേ ഇതിലിത്തിരി പരിപ്പ് കുറഞ്ഞുപോയി, അരിയാണ് കൂടിപ്പോയത്. നന്നായിട്ട് കഴുകി ഒന്ന് വെള്ളത്തിൽ വേവിക്കാൻ വെക്കുക. ഈ ഒരു പരുവം വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതിന് മെയിൻ താരം തേങ്ങാപ്പാലും ചുവന്നുള്ളിയും. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു നുള്ളു ഉപ്പും, കാരണം നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യണമല്ലോ, അതൊഴിച്ച് ഒന്ന് മാറ്റി വെക്കുക. നേരെ നെയ്യ്, ഇതിൻ്റെ വേറൊരു പ്രത്യേകത നെയ്യിൽ നല്ല നെയ്യ് ചൂടാക്കി അതിലേക്ക് ഉള്ളി, വട്ടത്തിലരിഞ്ഞ ഉള്ളി വേണം കേട്ടോ, ചെറിയുള്ളി, അതും തൂമിച്ചങ്ങോട്ട് ഇടുക. എൻ്റെ പൊന്നേ, അപ്പോൾ ഒരു മണം വരും. ആ ഒരു വറവിടുമ്പോൾ ഒരു മണമുണ്ട്, നല്ലൊരു മണം. പിന്നെ തേങ്ങാപ്പാലൊക്കെ സെറ്റായതിന് ശേഷം അതിലേക്ക് നേരെ ഒഴിച്ചെടുക്കുക. കിച്ചടി റെഡി കേട്ടോ. എൻ്റെ മോൾക്ക് ഇഷ്ടമില്ല ചെറുപ്പത്തിൽ, എനിക്കാണ്. ഇപ്പം എൻ്റെ മോൾക്ക് ഇഷ്ടമില്ല, അവൾക്ക് വേറെ പത്തിരി എന്തെങ്കിലും തയ്യാറാക്കണം. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് കുറുക്കി പായസം പോലാണ്ട് വെക്കുക, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്ടോ കഴിക്കാൻ. ആദ്യമൊക്കെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ റബ്ബേ അപ്പം പോലെ തരും. പിന്നെ അങ്ങോട്ട് കോരി കുറച്ച് ആവശ്യത്തിന് മുകളിൽ പഞ്ചസാര ഇട്ടാൽ കഴിച്ച അടിപൊളി കിച്ചടിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. ടാറ്റ ബൈ ബൈ, സീ യു.